ഹലോ, നമ്മുടെ അടുത്ത ചാപ്റ്റർ തുടങ്ങാം. തെർമോഡൈനാമിക്സ്. അപ്പം അതിനകത്ത് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നും പറഞ്ഞ് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഓർമ്മയിൽ കൊണ്ടുവന്ന് പോവാം. ഓരോന്നായിട്ട് പല സ്കെയിൽസ് ഉണ്ടല്ലേ. സെൽഷ്യസ് സ്കെയിലുണ്ട്, ഫാരൻഹീറ്റ് സ്കെയിലുണ്ട്, കെൽവിൻ സ്കെയിലുണ്ട്. ഇതുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ഉണ്ടല്ലോ. C/100 is equal to F minus 32 divided by 180 is equal to K minus 273 by 100 എന്നാണ്. This is a relation connecting the three scales. അപ്പം നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ എത്രയാ? 37 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. അപ്പോൾ സിയുടെ വാല്യൂ 37 ആണ്. അപ്പോൾ ഇതിനെ എഫിലോട്ട് മാറ്റണം എന്ന് വെച്ചോളൂ. വാട്ട് ഈസ് എ എഫ് വാല്യൂ? വാട്ട് ഈസ് എ ഫാരൻഹീറ്റ് വാല്യൂ? അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. ഇതിനകത്ത് സിക്ക് വരെ 37 ഇടുക. ബൈ 100 ഈസ് ഈക്വൽ ടു എഫ് മൈനസ് 32 ഡിവൈഡഡ് ബൈ 180. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? എഫ് കണ്ടുപിടിക്കാം. അപ്പോൾ വാട്ട് ഈസ് എ റിലേഷൻ കണക്ടിങ് ദ ത്രീ സ്കെയിൽസ്? C/100 ഈസ് ഈക്വൽ ടു എഫ് മൈനസ് 32 ഡിവൈഡഡ് ബൈ 180 ഈസ് ഈക്വൽ ടു K മൈനസ് 273 ബൈ 100 എന്നാണ്. ഇനി ആരെങ്കിലും ചോദിക്കുകയാണ്, സെൽഷ്യസ് സ്കെയിലിലെ ടെമ്പറേച്ചറും ഫാരൻഹീറ്റ് സ്കെയിലിലെ ടെമ്പറേച്ചറും എപ്പോഴാണ് ഈക്വൽ വരുന്നത്? -40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്, -40 എന്ന് പറയുന്നത് ഈ ടെമ്പറേച്ചർ സെൽഷ്യസിലും -40, കെൽവിനിലും -40 ആണ്. അപ്പോൾ ഇത് രണ്ടും -40 എന്ന് പറയുന്നത് രണ്ടിലും സെയിം ആണ്. അപ്പോൾ എന്താണ് -40? വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇട്ട് നോക്കാം. C/100 ഈസ് ഈക്വൽ ടു എഫ് മൈനസ് 32 ഡിവൈഡഡ് ബൈ 180. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് സിയുടെ വാല്യൂ നമുക്ക് -40 എന്ന് ഇട്ട് നോക്കാം. അപ്പം -40, ഇപ്പോൾ സെൽഷ്യസ് എത്രയാ? -40 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്തിലോട്ട് മാറ്റാൻ പോകുന്നു? എഫിലോട്ട് മാറ്റാൻ പോവാണ്. അപ്പോൾ എഫ് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു എഫ് മൈനസ് 32 ഡിവൈഡഡ് ബൈ 180 എന്നാണ്. അപ്പോൾ ഓരോ 0 കട്ട് ചെയ്ത് പോയി. ഇനി ഇവിടെ അപ്പുറം ഇപ്പുറം ഓരോ ഇത് കട്ട് ചെയ്തു, 10 കട്ട് ചെയ്തു. ഇനി ബാക്കി പറയും. അപ്പം ഇത് ക്രോസ് ചെയ്ത് പറഞ്ഞേ. എഫ് മൈനസ് 32 ഈസ് ഈക്വൽ ടു എത്രയെന്ന് വരും? -72 അല്ലേ. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു -72 പ്ലസ് 32 എന്നായി. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എത്രയെന്ന് വരും? -40 എന്ന് വന്നോ. അപ്പോൾ എഫിൻ്റെ വാല്യൂ എത്രയാ? -40 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പം മറക്കരുത്, -40 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു -40 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ സെൽഷ്യസ് സ്കെയിലിലെയും ഫാരൻഹീറ്റിലെയും വാല്യൂസ് ഈക്വൽ ആവുന്ന ടെമ്പറേച്ചർ എത്രയെന്ന് ചോദിച്ചാൽ -40 ആണ്. പുറത്ത് വെച്ചോണം. ഇനി നമ്മൾ ഓരോ ടേംസ് ആണ്. ഐസോതെർമൽ പ്രോസസ്. എന്താണ് ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ? ഐസോതെർമൽ പ്രോസസ്, ഐസോതെർമൽ പ്രോസസ് ഇറ്റ് ഈസ് എ പ്രോസസ് അല്ലേ, ഇൻ വിച്ച് ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. എന്താണ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നത്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നടത്തുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസിന്റെ ഇക്വേഷൻ എന്താണ്? PV ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ്. ഓർത്ത് വെച്ചോണം, PV ഈസ് എ കോൺസ്റ്റന്റ്. ഐസോതെർമൽ പ്രോസസിന്റെ ഇക്വേഷൻ എന്താണ്? PV ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ്. ഇനി എന്താണ് ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ? ഐസോബാറിക് പ്രോസസ്, ബാർ എന്തിന്റെ യൂണിറ്റാ? പ്രഷറിന്റെ യൂണിറ്റ് അല്ലേ. അപ്പൊ അതിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് പ്രഷർ ഓഫ് ദ സിസ്റ്റം ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് പ്രഷർ ഓഫ് ദ സിസ്റ്റം ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ് എന്നാണ്. ഇനി ഐസോകോറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ് ഇതെന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ സിസ്റ്റം കോൺസ്റ്റന്റ് ആക്കി നടത്തുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഐസോകോറിക്. ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് വോളിയം ഓഫ് ദ സിസ്റ്റം ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. ഇനി അഡയബാറ്റിക് പ്രോസസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അഡയബാറ്റിക് പ്രോസസ് എന്താണ്? അഡയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നടത്തുമ്പോൾ സിസ്റ്റത്തിൽ നിന്ന് വെളിയിലേക്കോ വെളിയിൽ നിന്ന് സിസ്റ്റത്തിലോട്ടോ ഹീറ്റ് കയറില്ല. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം എന്നാണ്. അതിൻ്റെ ഇക്വേഷൻ ഏതാണ്? PV റൈസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ്. PV റൈസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. വേറെയും ഇക്വേഷൻ ഉണ്ട്. TV റൈസ് ടു ഗാമ -1 ഈസ് എ കോൺസ്റ്റന്റ്. ഇനിയും ഒരെണ്ണം ഉണ്ട്, നോക്കൂ. എന്താണ്? T റൈസ് ടു ഗാമ P റൈസ് ടു 1 മൈനസ് ഗാമ ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ്. അപ്പൊ ഇത് ഓർത്ത് വെച്ചോണം. ഐസോതെർമലിന്റെ ഇക്വേഷൻ എന്താണ്? PV ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ്. അഡയബാറ്റിക്കിന്റെ എന്താണ്?
അഡിയാബാറ്റിക്കിൻ്റെ PV raised to gamma is a constant, TV raised to gamma minus 1 is a constant, T raised to gamma, P raised to 1 minus gamma is a constant. ഞാൻ പഠിപ്പിച്ച കാലത്ത് നിങ്ങളിത് പറഞ്ഞതാണ്. ഇതാണ് PV ആദ്യത്തേൽ വരും, അടുത്ത TV വരും, അടുത്ത TP വരും. നോക്കുക, PV എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് വരും, TV യിൽ കാണിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ ആണ്, അതുകൊണ്ട് TV യിൽ കാണിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തോനെ പഠിക്കണം. ഓക്കെ, അപ്പോൾ PV പരീക്ഷയ്ക്ക് വരും, TV യിൽ കാണിക്കും, തോനെ പഠിക്കണം. അപ്പം അങ്ങനെ ഓർക്കുക. അപ്പം അതും എഴുതാൻ അറിയാം. ഇനി ഇവിടെ ഗാമ, ഇവിടെ TV raised to gamma minus 1, ഇവിടെ T raised to gamma, ഇത് raised to 1 minus gamma. ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് വരും, TV കാണിക്കും, തോനെ പഠിക്കണം. ഇപ്പം മറക്കൂലല്ലോ. അപ്പോൾ ഇത്രയും ബോഡി കിടക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് ചോദിക്കാം, നിങ്ങൾ പറയുക. സി, what is the relation connecting the three scales? C by 100 is equal to F minus 32 by 180 is equal to K minus 273 by 100. Then അടുത്ത എന്താണ്, Celsius scale and Fahrenheit scale temperatures equal at -40. Then അടുത്ത എന്താണ്, isothermal process. What is isothermal process? It is a process in which temperature is kept constant. ഇനി അടുത്ത എന്താണ്, what is the equation for isothermal process? PV is a constant. അടുത്ത എന്താണ്, isobaric process. What is isobaric process? It is a process in which pressure of the system is constant. What is isochoric process? It is a process in which volume of the system is constant. What is adiabatic process? It is a process in which no heat enters the system or no heat leaves the system. And equation, PV raised to gamma is a constant. അടുത്ത TV raised to gamma minus 1 is a constant. T raised to gamma, P raised to 1 minus gamma is a constant. അപ്പോൾ അത് പഠിച്ചു വെച്ചോണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാം. നോക്കിക്കോളൂ. അടുത്തത് ഐസോതേം എന്ന് കേട്ടിട്ടുണ്ടോ? ഐസോതേം എന്ന് പറഞ്ഞാൽ ഇതാണ്ടേ, പ്രഷറിനെയും വോളിയത്തിനെയും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഗ്രാഫിന്റെ പേരാണ് ഐസോതേം. ഒരു ഐസോതെർമൽ പ്രോസസ് നടത്തുന്ന സമയത്ത് പ്രഷർ വോളിയം കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഗ്രാഫിന്റെ പേരാണ് ഐസോതേം. അപ്പം അതിന്റെ ഷേപ്പ് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ, ഇങ്ങനത്തെ ഒരു ഷേപ്പായിരിക്കും, കുഴപ്പമില്ലല്ലോ. ഇനി അഡയബാറ്റിക് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അഡയബാറ്റിക് എന്ന് പറഞ്ഞാൽ പ്രഷർ വോളിയം കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഗ്രാഫ് തന്നെയാണ്. എന്ത് പ്രോസസ്സിൽ? അഡയബാറ്റിക് പ്രോസസ്സിൽ. ഒരു അഡയബാറ്റിക് പ്രോസസ്സ് നടത്തുന്ന സമയത്ത് പ്രഷർ വോളിയം കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഗ്രാഫിന്റെ പേരാണ് അഡയബാറ്റിക്. അത് ഇതേ ഷേപ്പ് തന്നെ, പക്ഷെ ഇതുകൂടെ ഇങ്ങനെ സ്റ്റീപ്പർ ആയിരിക്കും. അപ്പൊ ഇത് എന്താണ്? സ്റ്റീപ്പറാണ്. രണ്ടിന്റെ ഷേപ്പ് എന്നപോലെ തന്നെ. അപ്പൊ സ്റ്റീപ്പറാണ്. സ്റ്റീപ്പർ ആകുമ്പോൾ സ്ലോപ്പ് അതിൻ്റെത് കൂടുതലായിരിക്കും. ഇനി ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഗാമ ടൈംസ് സ്ലോപ്പ് ഓഫ് ഐസോതേം ആണ്. ഓർത്ത് വെച്ചോണം. അപ്പൊ ഏതാണ് സ്റ്റീപ്പർ ആയിട്ടുള്ള ഗ്രാഫ്? അഡയബാറ്റിക് ആണ് സ്റ്റീപ്പർ. അപ്പൊ അതിന്റെ സ്ലോപ്പ് കൂടുതലാണ്. ഇറ്റ്സ് സ്ലോപ്പ് ഈസ് ഗാമ ടൈംസ് ഇവന്റെ സ്ലോപ്പ്. ഗാമ എന്താണെന്ന് അറിയാലോ? ഗാമ എന്ന് പറഞ്ഞാൽ CP/CV വിളിക്കുന്ന പേരാണ് ഗാമ. അത് നമുക്കറിയാം. സോ what is isotherm? It is a graph. ഇനി പറയില്ല. It is a graph connecting pressure and volume for isothermal process. Then adiabatic, it is a graph connecting pressure and volume for adiabatic process. This is steeper than isotherm. So its slope is more. Its slope is gamma times the slope of isotherm. കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് CP ആണോ CV ആണോ വലുത്? അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. CP ആണോ CV ആണോ വലുത്? CP is greater than CV. അപ്പൊ CP minus CV എടുത്താൽ എന്ത് കിട്ടും? R എന്ന് കിട്ടും. എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഈ റിലേഷനെ പറയുന്ന പേരെന്താണ്? മേയേഴ്സ് റിലേഷൻ. എന്താ പേര്? മേയേഴ്സ് റിലേഷൻ. നോക്കൂ. ഇനി അടുത്തത് വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്. ഒരു ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് കണ്ടുപിടിക്കണം. എത്ര വർക്ക് ചെയ്തു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർമ്മയുണ്ടോ? നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഒരു ഐസോതെർമൽ പ്രോസസ് നടത്താൻ പോവാണ്. സിസ്റ്റത്തിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ P1 V1 T ആണ്. സിസ്റ്റത്തിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്? P1 V1 T. പ്രഷർ P1, വോളിയം V1, ടെമ്പറേച്ചർ T ആണ്. ഇത് ചേഞ്ച് ആയി P2 V2 T ആയിട്ട് മാറി. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്ത് പ്രോസസ്സാണ്? ഐസോതെർമൽ. ഈ പ്രോസസ് നടത്തുമ്പോൾ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2.303
NRT നോക്കൂ, NRT log V2 by V1 എന്നാണ്. എന്താണ് ഇക്വേഷൻ? 2.303 NRT log V2 by V1. ഇതാണ് വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ what is the equation to calculate work done in isothermal process? 2.303 NRT log V2 divided by V1. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിനകത്ത് N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്, R നമ്മുടെ ഗ്യാസ് കോൺസ്റ്റന്റ്, ഇനി T എന്താണ്? ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന ടെമ്പറേച്ചർ. V1 നിന്ന് V2 ചേഞ്ച് ആകുന്നത്, അപ്പൊ V2 by V1. ആ ബോധം വേണം. ഇനി അടുത്ത് വർക്ക് ഡൺ ഇൻ അഡയാബാറ്റിക് പ്രോസസ്. അഡയാബാറ്റിക് പ്രോസസ്സിലെ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ പഠിച്ച NR by 1 minus gamma into T2 minus T1 എന്നാണ് പഠിപ്പിച്ചത് അല്ലേ? ഞാൻ പറയാം. P1 V1 T1 ആയിരുന്നു പ്രഷറും വോളിയവും ടെമ്പറേച്ചറും. ആ സിസ്റ്റത്തിന്റെ കണ്ടീഷൻസ് മാറി P2 V2 T2 ആയി, എല്ലാം മാറി ഈ സമയത്ത്. അപ്പൊ ടെമ്പറേച്ചർ T1 നിന്ന് T2 മാറി അല്ലേ? അപ്പോൾ അവിടുത്തെ ഇവിടെ കണ്ടീഷൻ എന്ത് വരും? പുതിയ ടെമ്പറേച്ചർ മൈനസ് പഴയ ടെമ്പറേച്ചർ എന്ന് വരും. അപ്പോൾ N അറിയാം, ഗാമ എന്താണെന്ന് അറിയാം. വാട്ട് ഈസ് ഗാമ? CP ബൈ CV വിളിക്കുന്ന പേരാണ് ഗാമ. വാട്ട് ഈസ് CP ബൈ CV? അതാണ് എന്തോന്ന്? ഗാമ. CP മൈനസ് CV എന്താണ്? R ആണ്. അപ്പോൾ ഇത്രയും ഞാനൊന്ന് ചോദിക്കാം. വാട്ട് ഈസ് ഐസോതെർം? It is a graph connecting pressure and volume for which process? Isothermal process. Then what is adiabatic? It is a graph connecting pressure and volume for adiabatic process. This is steeper. ശരിയല്ലേ? So its slope is more. So its slope is gamma times the slope of isotherm. കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത് CP ആണോ CV ആണോ വലുത്? CP is greater than CV. So CP minus CV എടുത്താൽ എന്ത് കിട്ടും? R കിട്ടും. So what is R? Universal gas constant അല്ലേ? Then അടുത്ത് ഈ റിലേഷനെ പറയുന്ന പേര് മേയേഴ്സ് റിലേഷൻ എന്നാണ്. ഇനി അടുത്ത് എന്താണ്? What is the equation to calculate the work done in isothermal process? 2.303 NRT log V2 by V1. അപ്പോൾ അവിടെ വോളിയം V1 നിന്ന് V2 ചേഞ്ച് ആവണം. ഇനി അടുത്തെന്താണ്? വർക്ക് ഡൺ ഇൻ അഡയാബാറ്റിക് പ്രോസസ്. അവിടെ ടെമ്പറേച്ചർ T1 നിന്ന് T2 മാറുമ്പോൾ ഉള്ള ഇക്വേഷൻ ആണ് എന്താണ്? NR by 1 minus gamma into T2 minus T1 എന്നാണ് ഇക്വേഷൻ. ഇനി അടുത്ത രണ്ടുമൂന്ന് ടേംസ് ആണ്, ഞാൻ പെട്ടെന്ന് ചോദിക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന ടേംസ് ആണ്. അടുത്ത് പറയൂ, എന്താണ് അഡയാബാറ്റിക് വാൾ എന്ന് പറഞ്ഞാൽ? എന്താണ് അഡയാബാറ്റിക് വാൾ? അഡയാബാറ്റിക് വാൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അഡയാബാറ്റിക് പ്രോസസ്സ് നമുക്കറിയാം. ഈ സിസ്റ്റത്തിൽ നിന്ന് വെളിയിലോട്ടും വെളിയിൽ നിന്ന് അകത്തോട്ടും കയറരുത്, ഹീറ്റ് അല്ലേ? അങ്ങനെയുള്ള പ്രോസസ്സിന്റെ പറയുന്ന പേരാണ് അഡയാബാറ്റിക്. അപ്പൊ അങ്ങനെ പോരുന്നെങ്കിൽ ഇടയ്ക്ക് ഇരിക്കുന്ന എന്തായിരിക്കണം? ഒരു ഇൻസുലേറ്റർ ആയിരിക്കണം. അപ്പൊ ഒരു ഇൻസുലേറ്റിംഗ് വാളിനെ വിളിക്കുന്ന പേരാണ്, ഇപ്പൊ ഇൻസുലേറ്റിംഗ് വാളിനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? അഡയാബാറ്റിക് വാൾ. ഇറ്റ് പ്രിവെന്റ്സ് എന്താണ്? ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം സിസ്റ്റം ടു സറൗണ്ടിങ് ആൻഡ് സറൗണ്ടിങ് ടു സിസ്റ്റം. ഇനി അടുത്തത് നമ്മൾ ഡയാതെർമിക് വാൾ. എന്തോന്നാണ്? ഡയാതെർമിക് വാൾ എന്നുള്ള ഒരു ടേം കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ടേം ഡയാതെർമിക് വാൾ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിങ് വാളിനെ വിളിക്കുന്ന പേരാണ്. കണ്ടക്ടിങ് വാളിനെ വിളിക്കുന്ന പേരാണ് ഡയാതെർമിക് വാൾ. സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു കണ്ടക്ടിങ് വാൾ ആണെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലോട്ട് ഹീറ്റ് പോവാം, സറൗണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലോട്ട് ഹീറ്റ് വരാം. അപ്പൊ എവിടെയാണോ ഹൈ ടെമ്പറേച്ചർ, എവിടെയാണോ ലോ ടെമ്പറേച്ചർ, അതനുസരിച്ച് ഫ്ലോ ഇരിക്കും സൊല്യൂഷൻ. അപ്പൊ ഹീറ്റിന്റെ ട്രാൻസ്ഫറിനെ സഹായിക്കുന്ന വാളിനെ പറയുന്ന പേരാണ് ഡയാതെർമിക് വാൾ. സോ അപ്പൊ രണ്ട് ടേംസ് ആയി. ഇനി എന്താണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ? ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ഒരു പ്രോസസ് നടത്തുമ്പോഴത്തേക്ക്, ഒരു പ്രോസസ് നടത്തുകയാണ്, പ്രോസസ് നടത്തുമ്പോഴത്തേക്ക് സിസ്റ്റത്തിന് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ സിസ്റ്റത്തിന് ചേഞ്ച് ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇക്വിലിബ്രിയം, അതിന് സറൗണ്ടിങ്ങുമായിട്ട് ഉള്ള ഇക്വിലിബ്രിയം അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. ഒന്നുകൂടെ ഒരു സിസ്റ്റം എടുക്കുക, നിങ്ങൾ സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻസ് അങ്ങോട്ട് ചേഞ്ച് ചെയ്യിപ്പിക്കുക. ചേഞ്ച് ചെയ്താൽ അത് സിസ്റ്റം ഇപ്പോൾ സറൗണ്ടിങ്ങുമായിട്ട് ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഇക്വിലിബ്രിയം അങ്ങ് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻസ് മാറിയാൽ സിസ്റ്റം സറൗണ്ടിങ്ങുമായിട്ടുള്ള ഇക്വിലിബ്രിയം പോയി കിട്ടും. പക്ഷേ സിസ്റ്റത്തിന് ചേഞ്ച് നടത്തുന്നത്, സിസ്റ്റത്തിന് നമ്മൾ ചേഞ്ച് നടത്തുന്നത് വളരെ പതുക്കെയാണെങ്കിൽ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ എപ്പോഴും ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. എന്താണ് ഒരു സിസ്റ്റം ഉണ്ട്, ഒരു സറൗണ്ടിങ് ഉണ്ട്. അന്ന് ഞാൻ ക്ലാസ്സിൽ എക്സാമ്പിളൊക്കെ പറഞ്ഞതാണ്, ഓർമ്മയുണ്ടോ?
അപ്പം എന്താണ് ഇപ്പം ആ ഒരു ക്ലാസ്സിനകത്ത് അമിട്ട് വെച്ച് പൊട്ടിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനാണ് നടത്തിയത് നിങ്ങളല്ലേ. അപ്പോൾ അവിടെ ഫാസ്റ്റായിട്ട് ഒരു പ്രോസസ്സ് നടന്നു. അപ്പോൾ അമിട്ടെന്ന് പറയുന്ന സാധനം സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് കുറേ ഗ്യാസസ് ഒക്കെ വെളിയിൽ വന്നു, ശരിയല്ലേ. അപ്പോൾ അവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ, നേരത്തെ പടക്ക് ഇവിടെ ഇരിക്കുകയായിരുന്നു, ആ ഗുണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു, ക്ലാസ്സും അവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ ഒരു മര്യാദയ്ക്കുള്ള ഒരു ഇക്വിലിബ്രിയം ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം പോയി കിട്ടിയില്ലേ. അപ്പോൾ പ്രോസസ്സ് എന്തായി, അവിടെ സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയം നഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പം നമ്മുടെ ആരാണ് നമ്മുടെ ശ്രീകുട്ടൻ എന്ത് ചെയ്യുന്നു, ക്ലാസ്സിനകത്തേക്ക് പോകുന്ന സമയത്ത് തലേ ദിവസം നോക്കൂ, കല്യാണത്തിനൊക്കെ പോയി ആവശ്യം പോലെ ചിക്കനും കിട്ടിയ സാധനങ്ങളൊന്നും വിട്ടില്ല, എല്ലാം അറിഞ്ഞു കയറ്റി. അപ്പോൾ ക്ലാസ്സിനകത്ത് ഇരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്തോ ഒരു സാധനം പുറത്തേക്ക് വിട്ടു. അപ്പോൾ സൗണ്ട് ഇല്ലാതെ വളരെ സ്ലോ ആയിട്ടാണ് വിട്ടത് എൻ്റെ പയ്യൻ. അന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടാവും. അപ്പോൾ സ്ലോ ആയിട്ട് വിടുമ്പോഴത്തേക്ക് ചുറ്റും ഇരിക്കുന്ന ആളുകളൊക്കെ സ്മെല്ല് വരുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ സ്മെല്ല് വരുന്നുണ്ട്, പക്ഷേ വരുന്നില്ലേ. അപ്പോൾ ആകെ ഒരു ഡൗട്ടായി, വരുന്നില്ലയോ. അപ്പോൾ ശ്രീകുട്ടൻ്റെ വയറാണ് അവിടുത്തെ സിസ്റ്റം, ക്ലാസ് ആണ് അവിടുത്തെ സറൗണ്ടിങ്സ്. അപ്പോൾ സിസ്റ്റത്തിന് ഇവിടെ ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ നിന്ന് സാധനങ്ങൾ വെളിയിൽ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിസ്റ്റത്തിന് ചേഞ്ച് സംഭവിക്കുന്നു, പക്ഷെ അവൻ വളരെ സ്ലോ ആയിട്ടാണ് ആ പ്രോസസ്സ് നടത്തുന്നത്, ആരും അറിയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ആർക്കും ഒരു കൺഫ്യൂഷനും ഇല്ല, ചേഞ്ച് നടന്നായിട്ട് സറൗണ്ടിങ്സിന് യാതൊരു ചേഞ്ച് നടന്നില്ല. വന്നില്ലേ, തോന്നിയതായിരിക്കും എന്നൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞത്. അപ്പോൾ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ അപ്പോൾ അവിടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്താണ് എൻ്റെ കുട്ടൻ അവിടെ ഈ പ്രോസസ്സ് നടത്തിയത്. ആരും അതുകൊണ്ട് അറിഞ്ഞില്ല. അപ്പോൾ പ്രോസസ്സ് വളരെ ശ്രീകുട്ടൻ അതിന് ശ്രദ്ധിക്കണം, ഇത് പ്രോസസ്സ് എങ്ങനെ നടത്താവൂ, സ്ലോ ആയിട്ടേ നടത്താവൂ. അങ്ങനെ അപ്പോൾ ശ്രീകുട്ടൻ ഇപ്പം നടത്തിയ പ്രോസസ്സിൻ്റെ പേരാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. ഇപ്പോൾ എന്താണ്, ഇഫ് എ സിസ്റ്റം അണ്ടർഗോസ് ചേഞ്ചസ് equilibrium is gone, then but if the process is performed at a slow rate, the system can always maintain equilibrium with the surroundings. That type of a slow process can be called as quasi static process. ഇനി ഇത് നമുക്ക് it is possible in an ideal theoretical condition only. Practically ഇത് impossible ആണ്. ശ്രീകുട്ടൻ നല്ല ആര് വിചാരിച്ചാലും ഈ പരിപാടി ഇതുപോലെ ചെയ്യാൻ പറ്റില്ല, പൊക്കും. മനസ്സിലായില്ലേ. ക്ലാസ്സിനകത്തിരുന്ന് ചില പലവന്മാരും ഇതൊക്കെ പല ഗ്യാസസും വെളിയിൽ വിട്ടിട്ട് നിഷ്കളങ്കന്മാരായിട്ട് ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, അളിയ സ്മെല്ല് വരുന്നോന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ആദ്യം ചോദിക്കുന്നവനായിരിക്കും അത് വിട്ടത്. സോ ലിസൺ, അടുത്തത് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. കേട്ടിട്ടുണ്ടോ? ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ, രണ്ട് ടേംസ് പറയാം. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. അടുത്തൊരു ടേമാണ് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന് എക്സാമ്പിൾ ആണ് നമ്മുടെ പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, അതൊക്കെ കേട്ടോ. ഇനി എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മളെ സ്റ്റീം എഞ്ചിൻ ഇല്ലേ. എന്താണ് ഈ വ്യത്യാസം? ഇവിടെ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ആണെങ്കിൽ ഒരു ഫിക്സഡ് വോളിയമുള്ള ഒരു സിലിണ്ടറിൻ്റെ അകത്ത് വെച്ചായിരിക്കും ഫ്യൂവലിനെ കത്തിക്കുന്നത്. അങ്ങനെ അവിടെ ഉണ്ടാകുന്ന എനർജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന എഞ്ചിൻ്റെ പേരാണ് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. ഫിക്സഡ് വോളിയം, ഇപ്പോൾ 100 cc ബൈക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ 100 cc 100 ml വോളിയമുള്ള സിലിണ്ടറിൻ്റെ അകത്ത് വെച്ചാണ് അവിടെ ഫ്യൂവൽ കത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന എഞ്ചിൻ്റെ പേരാണ് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. ഇനി ബുള്ളറ്റ് ആണെങ്കിൽ 350 cc, അപ്പോൾ 350 ml ഉള്ള സിലിണ്ടറിൻ്റെ അകത്ത് വെച്ചാണ് ഫ്യൂവലിനെ കത്തിക്കുന്നത്. ഇനി എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ വെളിയിൽ വെച്ചായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സിലിണ്ടറിൻ്റെ കാര്യമില്ല, അപ്പോൾ വെളിയിൽ വെച്ചിട്ടായിരിക്കും ഫ്യൂവൽ കത്തിക്കുന്നത്. ഇപ്പോൾ സ്റ്റീം എഞ്ചിൻ കോളല്ലേ കത്തിക്കുന്നത്, അപ്പോൾ കോള് കത്തിക്കുന്നത് വെളിയിലിട്ടല്ലേ കത്തിക്കുന്നത്, സിലിണ്ടറിൻ്റെ അകത്തൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള എഞ്ചിൻ്റെ പേരാണ് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. ഓക്കെ അല്ലേ? ഇപ്പോൾ ബോഡി കിടക്കുന്നത് പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. See, what is adiabatic wall? It is an insulating wall that prevents the transfer of heat between system and surroundings. അടുത്ത എന്താണ്? Diathermic wall. It is a conducting wall that permits the transfer of heat between system and surroundings. അടുത്ത എന്താണ്? Quasi static process. എന്താണ്? If the system undergoes a very slow change, then the system can always maintain equilibrium with the surrounding. That type of a slow process is known as quasi-static process. Then internal combustion engine. In internal combustion engine, fuel is burned inside a cylinder of fixed volume. What about external combustion engine? Here fuel is burned outside. ഇനി അടുത്തത്
കാർനോട്ട് എഞ്ചിൻ ഓർമ്മയുണ്ടോ? കാർനോട്ട്സ് എഞ്ചിൻ. സോ കാർനോട്ട് എഞ്ചിന്റെ പാഴ്സ് പറയണം. എത്ര പാഴ്സ് ഉണ്ട്? 4 പാഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? സോഴ്സ്, ഇറ്റ് ഈസ് എ ഹോട്ട് ബോഡി, നമുക്കറിയാം ഇറ്റ് ഈസ് എ ഹോട്ട് ബോഡി അറ്റ് എ ഹൈ ടെമ്പറേച്ചർ T1 Kelvin. അടുത്തെന്താണ്? സിങ്ക്, ഇറ്റ് ഈസ് എ കോൾഡ് ബോഡി അറ്റ് എ ലോ ടെമ്പറേച്ചർ T2 Kelvin. മൂന്നാമത് വർക്കിംഗ് സബ്സ്റ്റൻസ് അല്ലേ? വർക്കിംഗ് സബ്സ്റ്റൻസ്, ഇറ്റ് ഈസ് ആൻ ഐഡിയൽ ഗ്യാസ്. ഇവിടുത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഐഡിയൽ ഗ്യാസ് ആണ്. ടേക്കൺ ഇൻ എ സിലിണ്ടർ, അതിനെ എവിടെയാണ് എടുത്തിരിക്കുന്നത്? സിലിണ്ടറിലാണ്. ഹൂസ് ബേസ് ഈസ് കണ്ടക്ടിങ്. ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് കണ്ടക്ടിങ് ആണ്. വാൾസ് എന്ന് പറയുന്നത് ഇൻസുലേറ്റിംഗ് ആണ്. ഇനി ഇതിൽ ഒരു ടൈറ്റ് പിസ്റ്റൺ കാണും. അപ്പൊ ടൈറ്റ്, പിന്നെ ഫ്രിക്ഷൻലെസ്, പിന്നെ നോൺ കണ്ടക്ടിങ് പിസ്റ്റൺ കാണും. നോൺ കണ്ടക്ടിങ് പിസ്റ്റൺ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ സാധനം. ഓക്കെ, ഇപ്പൊ ഇതാണ് വർക്കിംഗ് സബ്സ്റ്റൻസ്. അടുത്ത ഏതാണ്? ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇപ്പൊ 4 പാഴ്സ് ഉണ്ട്. പാഴ്സ് ആദ്യം പറയുക. സോഴ്സ്, ഇറ്റ് ഈസ് എ body at a high temperature T1 Kelvin. Sink, it is a cold body at a low temperature T2 Kelvin. Working substance, it is an ideal gas taken in a cylinder whose base is conducting and the walls are insulating. It is fitted with a tight frictionless non-conducting piston. Then അടുത്ത എന്താണ്? ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇറ്റ് ഈസ് എ സ്റ്റാൻഡ് മെയ്ഡ് ഓഫ് ആൻ ഇൻസുലേറ്റർ. ഇനി ഇതിന്റെ വർക്കിങ്ങിനെ നമുക്ക് എത്ര ഹെഡിങ്ങിലാണ് നിങ്ങൾ പഠിച്ചത്? 4. ഏതൊക്കെയാണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ. അടുത്ത അഡയാബാറ്റിക് എക്സ്പാൻഷൻ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഐസോതെർമൽ കംപ്രഷൻ. അടുത്ത അഡയാബാറ്റിക് കംപ്രഷൻ. അപ്പോൾ വർക്കിങ്ങിന് എത്ര സ്റ്റെപ്സ് ഉണ്ട്? 4 സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ഇതിന് 4 സ്ട്രോക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ പ്രോസസ്സ് നടത്തുമ്പോഴത്തേക്ക് സിലിണ്ടർ കണ്ടെയ്നിങ് ഐഡിയൽ ഗ്യാസ് എടുത്ത് എവിടെ വയ്ക്കും? സോഴ്സിൽ വയ്ക്കും. ഈ സാധനത്തിന് എടുത്ത് സോഴ്സിൽ വയ്ക്കും. അപ്പോൾ നോക്കൂ, അപ്പോൾ സിലിണ്ടർ കണ്ടെയ്നിങ് ഐഡിയൽ ഗ്യാസ് അതായിരിക്കുന്നു, സോഴ്സിൽ വയ്ക്കും. വയ്ക്കുമ്പോൾ സോഴ്സിൽ നിന്ന് ഇതിൻ്റെ അകത്തേക്ക് ഹീറ്റ് കയറും. എത്ര ഹീറ്റ് കയറും എന്ന് ചോദിച്ചാൽ Q1 ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കയറും. എത്ര ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കയറും? Q1. അടുത്ത് അഡയാബാറ്റിക്. അപ്പോൾ ആ ഹീറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യും? ഈ സാധനം എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ ഇതിനകത്ത് ഐഡിയൽ ഗ്യാസ് ആണ് ഇരിക്കുന്നത്. ഈ മൂട് വഴി അകത്തേക്ക് ഹീറ്റ് കയറി. എത്ര ഹീറ്റ് കയറി? Q1 ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കയറി. ഈ ഗ്യാസ് അവിടെ ഇരുന്ന് ആ ചൂട് പിടിച്ചിട്ട് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. എങ്ങനെ? ഐസോതെർമലി. ഓക്കെ, ദെൻ ആ സമയത്തുള്ള കണ്ടീഷൻസ് പറയണം. ഗ്യാസിന്റെ പഴയ കണ്ടീഷൻസ് P1 V1 T1 ആയിരുന്നു. അത് എന്തായിട്ട് മാറും? P2 V2 T1 ആയിട്ട് മാറും. എന്തായിട്ട് മാറും? P2 V2 T1 ആയിട്ട് മാറും. T1 എന്താ മാറാത്തത്? ഐസോതെർമൽ ആയതുകൊണ്ട്. അടുത്തത് രണ്ടാമത് സിലിണ്ടർ കണ്ടെയ്നിങ് ഐഡിയൽ ഗ്യാസിനെ എടുത്ത് ഇനി സ്റ്റാൻഡിന്റെ പുറത്താണ് വയ്ക്കേണ്ടത്. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ പുറത്ത് വയ്ക്കണം. കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ഗ്യാസ് ചൂട് പിടിച്ച ഗ്യാസാണ്. ആ ചൂട് പിടിച്ച ഗ്യാസ് അവിടെ ഇരുന്ന് വീണ്ടും എക്സ്പാൻഡ് ചെയ്തോളും. എന്ത് വഴി? അഡയാബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്തോളും. അപ്പൊ കൊണ്ടുവച്ചപ്പോൾ ഉള്ള കണ്ടീഷൻസ് P2 V2 T1 ആയിരുന്നു. അതെന്തായിട്ട് മാറി? തൊട്ടടുത്ത് എല്ലാം മാറും, അഡയാബാറ്റിക് ആണ്. അപ്പൊ P3 V3 T2 ആയിട്ട് മാറി. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്തെന്താണ്? ഐസോതെർമൽ കംപ്രഷൻ. അടുത്ത സിലിണ്ടർ കണ്ടെയ്നിങ് ഐഡിയൽ ഗ്യാസിനെ ഇനി എടുത്തു വയ്ക്കേണ്ടത് സിങ്കിലാണ്. സിങ്കിൽ കൊണ്ടുവച്ചിട്ട് ഗ്യാസിനെ നിങ്ങൾ കംപ്രസ് ചെയ്യണം. എങ്ങനെ? ഐസോതെർമലി. അപ്പോൾ അതിന്റെ കണ്ടീഷൻസ് P3 V3 T2 നിന്ന് എന്തായിട്ട് മാറും? P4 V4 T2 ആയിട്ട് മാറും. എന്താ T2 മാറാത്തത്? ഐസോതെർമൽ ആയതുകൊണ്ട്. ഇനി സിലിണ്ടർ കണ്ടെയ്നിങ് ഐഡിയൽ ഗ്യാസിനെ വീണ്ടും എവിടെ എടുത്ത് വയ്ക്കുക? സ്റ്റാൻഡിൽ വയ്ക്കുക. സ്റ്റാൻഡിൽ വെച്ചിട്ട് ഗ്യാസിനെ വീണ്ടും എന്ത് ചെയ്യുക? കംപ്രസ് ചെയ്യുക. എങ്ങനെയാണ്? അഡയാബാറ്റിക്കലി. അപ്പൊ കണ്ടീഷൻസ് P4 V4 T2 നിന്ന് നമ്മുടെ ഇനിഷ്യൽ കണ്ടീഷനായ P1 V1 T1 വരും. അപ്പൊ പ്രോസസ് ഒരു സൈക്ലിക് പ്രോസസ് ആണ്. അപ്പൊ സ്റ്റാർട്ടിങ് ഇന്ന് കറങ്ങി വേറെ പല സ്റ്റെപ്പിൽ കൂടെ പോയിട്ട് ഇനീഷ്യൽ സ്റ്റേജിലേക്ക് വരുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ്
സൈക്ലിക് പ്രോസസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയണം. ഈ സംഭവം നിങ്ങൾക്ക് അറിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും കുരുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാൻ പറ്റൂ. സോ ലിസൺ, വാട്ട് ആർ ദ പാർട്സ്? ഞാൻ പറയില്ല. സോഴ്സ് അതിലൊക്കെ നോക്കണ്ട. സോഴ്സ് ഈസ് എ ഹോട്ട് ബോഡി അറ്റ് എ ഹൈ ടെമ്പറേച്ചർ T1 Kelvin. സിങ്ക്, ഇറ്റ് ഈസ് എ കോൾഡ് ബോഡി അറ്റ് എ ലോ ടെമ്പറേച്ചർ T2 Kelvin. അടുത്തെന്താണ്? വർക്കിംഗ് സബ്സ്റ്റൻസ്, ഇറ്റ് ഈസ് ആൻ ഐഡിയൽ ഗ്യാസ് ടേക്കൺ ഇൻ എ സിലിണ്ടർ ഹൂസ് ബേസ് ഈസ് conducting, walls are insulating, it is fitted with a tight frictionless non-conducting piston. Okay, then അടുത്തെന്താണ്? Insulating stand, it is a stand made of an insulator. Then working can be studied under 4 headings. What are the steps? ആദ്യത്തെ ഐസോതെർമൽ അഡയാബാറ്റിക്, അടുത്ത ഐസോതെർമൽ അഡയാബാറ്റിക്, ആദ്യത്തെ രണ്ടും എക്സ്പാൻഷൻ, അടുത്ത രണ്ടും കംപ്രഷൻ. ഓക്കെ, അങ്ങനെയല്ലേ? എക്സ്പാൻഷൻ, കംപ്രഷൻ, ഐസോതെർമൽ അഡയാബാറ്റിക്, ഐസോതെർമൽ അഡയാബാറ്റിക്. ഇപ്പോൾ സ്റ്റെപ്പായി. ഇനി ആദ്യം സിലിണ്ടർ കണ്ടെയ്നിങ് ഐഡിയൽ ഗ്യാസ് ഈസ് പ്ലേസ്ഡ് ഓൺ സോഴ്സ്. ഓക്കെ, ഈ സ്റ്റെപ്പ് നടത്തുമ്പോൾ ദെൻ ഹീറ്റ് എൻറ്റേഴ്സ്. വാട്ട് ഈസ് എ ഹീറ്റ് എൻറ്ററിങ്? Q1. ദെൻ ദ കണ്ടീഷൻസ് ചേഞ്ച് ഫ്രം P1 V1 T1 ടു P2 V2 T1. ദെൻ അടുത്ത് the hot gas is now placed on stand. The gas is allowed to expand further adiabatically. The conditions change from P2 V2 T1 to P3 V3 T2. Then the cylinder containing ideal gas is now placed on sink. Then gas is compressed isothermally. The conditions change from P3 V3 T2 to P4 V4 T2. Okay, then isothermal and temperature മാറാത്ത. Then adiabatic compression. Cylinder containing ideal gas is placed on insulating stand. The gas is again compressed adiabatically. The conditions change from P4 V4 T2 to P1 V1 T1. Thus the initial state is arrived. The process is cyclic. Okay ആണേ. ഇനി ഇവിടെ പിയും വിയും പ്രഷർ വോളിയം കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഗ്രാഫ് ഒന്ന് ഓർമ്മയിൽ വേണം. പറയൂ. ഇവിടെ പ്രഷറും ഇവിടെ വോളിയവും കണക്ട് ചെയ്ത് വരച്ച ഗ്രാഫാണ്. ഓർമ്മയുണ്ടോ? ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടിയ ഗ്രാഫ്? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എ ബി സി ഡി എ. അപ്പൊ ആദ്യത്തെ പ്രോസസ് നടത്തിയപ്പോഴത്തേക്ക് ഇതാണ് ഫസ്റ്റ് പ്രോസസ് നടത്തിയത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പ്രോസസ് നടത്തിയതാണ് ഇത്, മൂന്നാമത്തെ പ്രോസസ് നടത്തിയതാണിത്, നാലാമത്തതാണ് ഇത്. ശരിയല്ലേ? ഇവിടെ ആയിരുന്നപ്പോഴത്തേക്ക് പ്രഷർ P1 V1 കണ്ടീഷൻസ് പറയൂ. P1 V1 T1. ഇവിടെ ആയപ്പോൾ എന്തായി? P2 V2 T1 ആയി. ഇവിടെ ആയപ്പോഴോ P3 V3 T2 ആയി. ഇവിടെ ആയപ്പോഴോ P4 V4 T2 ആയി. അങ്ങനെയല്ലേ പഠിപ്പിച്ചേ? ഇനി നിങ്ങൾ നോക്കൂ, P1 ആണോ P2 ആണോ വലുത്? നിങ്ങൾ നോക്ക്. ഈ ലെവലിലാണ് P1, ഈ ലെവലിലാണ് P2. ഓക്കെ, അപ്പൊ P1 ആണ് ഗ്രേറ്റർ. ഇനി V1 എന്ന് പറയുന്നത് ഇതാണ് ഇവിടുത്തെ വോളിയം. ഇനി V2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വോളിയം. ഏതാ വലുത്? V2 ആണ് വലുത്. ഇത് നോക്കിയിട്ട് ഇത് പറയാൻ പഠിക്കണം. ഇനി അടുത്ത നോക്ക്, P2 ആണ് ഇത്, ഇനി P3 ആണ് ഇത്. ഏത് വലുത്? P2 ആണ് വലുത്. ശരിയല്ലേ? ഇനി V2 കാണാൻ ഇങ്ങോട്ട് നോക്കുക. അടുത്ത V3 കാണാൻ ഇങ്ങോട്ട് നോക്കുക. V3 അല്ലേ വലുത്? ഇനി അടുത്ത പറയണം, P3 ആണ് ഇത്. കണ്ടോ? P4 ആണ് ഇത്. ഏത് വലുത്? P4 ആണ് വലുത്. അടുത്ത V3 ആണ് ഇത്, ഇനി V4 ആണ് ഇത്. ശരിയല്ലേ? ഏത് വലുത്? ഇതല്ലേ വലുത്? V3 അല്ലേ വലുത്? V4 കുറവാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ നോക്കി പഠിക്കണം. ഇനി ഇതിന്റെ അകത്തുള്ള ഇത്രയും സ്ഥലത്തെ ഏരിയ എടുത്താൽ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇനി അടുത്തെന്താണ്? ഇതിന്റെ എഫിഷ്യൻസി. ഈ എഞ്ചിന്റെ എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ പറ. 1 - T2/T1 എന്നാണ്. കണ്ടോ? അല്ലെങ്കിൽ വേറെ ഇക്വേഷൻ ഉണ്ടല്ലോ, 1 - Q2/Q1 എന്നാണ്. ഇതിനകത്ത് Q1 മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലേ? ഇനി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിജക്റ്റഡ് ആണ് Q2. അപ്പോൾ എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ 1 - T2/T1. അടുത്തെന്താണ്? 1 - Q2/Q1. ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. എന്താണ്? റെഫ്രിജറേറ്റർ. അപ്പൊ റെഫ്രിജറേറ്ററിനകത്ത് റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ ആണ് പെർഫോം ചെയ്യുന്നത്. ഇനി അവിടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് അവിടുത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്നൊക്കെ ചോദിക്കും. അവിടുത്തെ വർക്കിംഗ് സബ്സ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് റെഫ്രിജറന്റ്. ഫ്രീയോൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫ്രീയോൺ ആണ് നമ്മൾ റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നൊക്കെ കേട്ടില്ല? അത് തന്നെ. ഇനി അവിടെ ഈ നോക്ക്, ഫ്രീസറില്ലേ ഫ്രിഡ്ജിന്റെ, അവിടെ നിന്ന് Q2 ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് Q1 ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അറ്റ്മോസ്ഫിയറിലോട്ട്
റിജക്റ്റ് ചെയ്യും. ഓക്കെ, അറ്റ്മോസ്ഫിയറിലോട്ട് ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡ് വഴി റിജക്റ്റ് ചെയ്യും. നോക്കുക, അപ്പോൾ ഫ്രീസറിൽ നിന്ന് കുറച്ച് ചൂട് പിടിച്ചിട്ട് കൂടുതൽ ചൂട് വെളിയിലോട്ട് കളയും. അപ്പോൾ കുറഞ്ഞ ചൂട് പിടിച്ചിട്ട് വെളിയിലോട്ട് കൂടുതൽ ചൂട് അങ്ങനെ കൊടുക്കും. അതെങ്ങനെയാണ്? അപ്പോൾ നോക്കൂ, പിടിച്ച ചൂട് 2 ജൂള്, ഇനി 5 ജൂള് വർക്കും കൂടെ അതിൻ്റെ മണ്ടയിൽ ചെയ്ത് കൊടുത്തു. അപ്പം മൊത്തം 7 ജൂളായില്ലേ? അപ്പോൾ 7 ജൂളായിട്ട് വെളിയിൽ കളയും. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമുക്ക് 2 ജൂള് ഹീറ്റ് പിടിച്ചു, 5 ജൂള് വർക്ക് അതിൻ്റെ മണ്ടയിൽ ചെയ്തു, വെളിയിൽ അപ്പോൾ 7 ജൂള് ഹീറ്റ് വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് Q2-നേക്കാളും വലുതായിട്ട് വെളിയിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ നല്ല ചൂടല്ലേ? അപ്പോൾ അത് വരുന്നതിൻ്റെ കാരണം അതാണ്. ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ യൂണിറ്റിൽ നിന്ന് കുറച്ച് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ആരാണ് അബ്സോർബ് ചെയ്യുന്നത്? ഈ ഫ്രീസർ വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്തിട്ട് ബാക്കിൽ കൂടെ കളയും. ഓക്കെ, ബാക്കിൽ കൂടെ കളയുന്ന ഹീറ്റ് കൂടുതലാണ്. അപ്പോൾ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയ ഫ്രീയോൺ അല്ലെങ്കിൽ റെഫ്രിജറൻ്റ് ആണ് അവിടെ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് മാറ്റുന്നത്. ഇനി ഇത് നടത്തണമെങ്കിൽ അപ്പോൾ ലോ ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് നിന്ന് ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഹീറ്റ് പോകുന്നത്. അങ്ങനെ നോർമലി നടക്കുമോ? ഇല്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടി വരും. വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു കംപ്രസർ പമ്പ് ഉപയോഗിക്കും. എന്താണ് ഉപയോഗിക്കുന്നത്? കംപ്രസർ പമ്പ്. ഓർത്ത് വെച്ചോണം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ആ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ ലോസ് ആണ്. ഇതിനി പറയണ്ടല്ലോ. ഇനി ആ ലോസ് ആണ് അതിനകത്ത് വരുന്നത്. ഓരോ ലോയും പറയണം. 0th ലോ എന്ന് പറഞ്ഞേ. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കി പറയും. അങ്ങനെ ഒരു ലോ ഇല്ലേ? പറഞ്ഞോ, ആൻസർ പറഞ്ഞോ. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിപ്പിച്ചല്ലേ? കെമിസ്ട്രിയിലും ഫിസിക്സിലും ഹിസ്റ്ററിയിലും വരെ പഠിച്ചതാണ്. ഇനിയും നമുക്കറിഞ്ഞുകൂടാ. സോ പറഞ്ഞോ, എന്താണ് 0th ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സിസ്റ്റം എടുക്കുക. എ എന്ന് പറയുന്ന സിസ്റ്റവും ബി എന്ന് പറയുന്ന ഒരു സിസ്റ്റവും സി എന്ന് പറയുന്ന ഒരു സിസ്റ്റം എടുക്കുക. ഇനി ഈ എ എന്ന് പറയുന്ന സിസ്റ്റം സി ആയിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, ബി എന്ന് പറയുന്നവനും സി ആയിട്ട് ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് ഏത് ലോ? 0th ലോ. സോ വെൻ 2 systems are separately in thermal equilibrium with a third system, then the system will be in thermal equilibrium with each other. ഈ സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേരാണ് 0th ലോ. ഇനി അപ്പോൾ ഇതാണ് 0th ലോ. 0th ലോ. ഓക്കെ, ഇനി അടുത്തെന്താണ്? ഫസ്റ്റ് ലോ. ഫസ്റ്റ് ലോ എന്താണ്? ഒരു സിസ്റ്റത്തിന് ഹീറ്റ് കൊടുക്കുന്നു. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് 2 കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഇന്റേണൽ എനർജി കൂടാനും വർക്ക് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഗിവൺ ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഇൻക്രീസ് ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് ഫോർ ഡൂയിങ് വർക്ക്. അപ്പോൾ ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് ഏതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ചാണ് ഏത് ലോ ഇരിക്കുന്നത്? ഫസ്റ്റ് ലോ. ഇനി സെക്കൻഡ് ലോ. സെക്കൻഡ് ലോയ്ക്ക് എത്ര സ്റ്റേറ്റ്മെന്റ് ഉണ്ട്? 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കെൽവിൻ സ്റ്റേറ്റ്മെന്റും ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റ്മെന്റ് ആയാലും രണ്ടിൻ്റെയും ബേസിക് ആയിട്ടുള്ള സംഭവം എന്താണ്? ലോ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് ഹൈ ടെമ്പറേച്ചർ ബോഡിയിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യാൻ നോർമലി പോസിബിൾ അല്ല. അങ്ങനെ ഫ്ലോ ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് മുട്ടിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. അപ്പോൾ വർക്ക് ചെയ്താൽ മാത്രമേ ലോ ടെമ്പറേച്ചറിലുള്ള ബോഡിയിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലുള്ള ബോഡിയിലേക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. അല്ലാതെ നടക്കൂല. ഇതാണ് നമ്മൾ ഏത് ലോ? സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 3 ലോയും എന്ന് പറഞ്ഞേ. സോ ഇഫ് 2 systems are separately in the equilibrium with the third system, the systems will be in thermal equilibrium with each other. First law എന്താണ്? The quantity of heat given to a system is utilized for increase of internal energy and for doing work. Then അടുത്തെന്താണ്? ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആയാലും ഏതാണ്, പിന്നെ കെൽവിൻ സ്റ്റേറ്റ്മെന്റ് ആയാലും ഏതായാലും ബേസിക് ഐഡിയ പറഞ്ഞാൽ മതി. See, normally heat will not flow from low temperature body to high temperature body. To make it possible, work has to be done. Okay, ഇതാണ് ബേസിക് ഐഡിയ. Then അടുത്തെന്താണ്? അടുത്ത് ഐസോതെർമൽ പ്രോസസ്സിന്റെ കാര്യങ്ങളാണ്. ഞാൻ ആ ചാപ്റ്ററിന്റെ ഏകദേശം ഒതുങ്ങി. ഇനി കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. അന്ന് പറയുമ്പോഴത്തേക്കും ചാപ്റ്റർ കഴിയും കേട്ടോ. ഐസോതെർമൽ പ്രോസസ്. ഒരു ഐസോതെർമൽ പ്രോസസ് നടത്തണേ. ഐസോതെർമൽ പ്രോസസ് നടത്തുമ്പോഴത്തേക്ക് നമ്മുടെ എന്താണ്? ചേഞ്ച് ഓഫ് ഇന്റേണൽ എനർജി ഈസ് 0 എന്നെടുക്കണം. ചേഞ്ച് ഓഫ് ഇന്റേണൽ എനർജി 0 ആണ്. അപ്പോൾ ഇന്റേണൽ എനർജിക്ക് ചേഞ്ച് ഉണ്ടാകുന്നില്ല.
അപ്പോൾ ഇന്റേണൽ എനർജി ചേഞ്ച് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ് ആണ്. ഇന്റേണൽ എനർജി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. മറക്കരുത്, ഐസോതെർമൽ പ്രോസസ്സിൽ എന്ത് കോൺസ്റ്റന്റ് ആണ്? ഇന്റേണൽ എനർജി കോൺസ്റ്റന്റ് ആണ്. ഇനി ഐസോതെർമൽ പ്രോസസ് നടത്തണമെങ്കിൽ എങ്ങനെ ഇരിക്കും? ഐസോതെർമൽ പ്രോസസ് നടത്തണമെങ്കിൽ ആ ഒരു പാത്രത്തിൻ്റെ അകത്ത് ഒരു ഗ്യാസോ എന്തെങ്കിലും എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതിന്റെ വാൾസ് എല്ലാം കണ്ടക്ടിങ് വാൾ ആയിരിക്കണം. കണ്ടക്ടിങ് വാൾ ആയിരിക്കണം. പിന്നെ പ്രോസസ് വളരെ സ്ലോ പ്രോസസ്സും ആയിരിക്കണം. ഇപ്പോൾ ഐസോതെർമൽ പ്രോസസ് നടത്താനുള്ള കണ്ടീഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ദ പ്രോസസ് മസ്റ്റ് ബി പെർഫോംഡ് അറ്റ് എ സ്ലോ റേറ്റ്. ദ വാൾസ് ഓഫ് കണ്ടെയ്നർ മസ്റ്റ് ബി എ കണ്ടക്ടിങ് വൺ. ഇനി അടുത്ത പ്രോസസ് ഏതാണ്? അഡയബാറ്റിക് പ്രോസസ്. അഡയബാറ്റിക് പ്രോസസ്. അഡയബാറ്റിക് പ്രോസസ്സിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ്? അവിടെ ഡെൽറ്റ ക്യൂവിന്റെ വാല്യൂ എത്രയായിട്ട് എടുക്കണം? 0 ആയിട്ട് എടുക്കണം. ഡെൽറ്റ ക്യൂവിന്റെ വാല്യൂ എന്തായിട്ട് എടുക്കണം? 0. അഡയബാറ്റിക് പ്രോസസ് നടത്താനുള്ള കണ്ടീഷൻസ് പറ. സിസ്റ്റത്തിൽ നിന്ന് വെളിയിലോട്ടും വെളിയിൽ നിന്നകത്തോട്ടും ഹീറ്റ് കയറാൻ പാടില്ല. അപ്പൊ എന്ത് വാളായിരിക്കണം? ഇൻസുലേറ്റിംഗ് വാളായിരിക്കണം. അപ്പൊ ഇൻസുലേറ്റിംഗ് വാൾ വേണം. പിന്നെ പ്രോസസ്സ് വളരെ ഫാസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഫാസ്റ്റ് പ്രോസസ് ആയിരിക്കണം. നോക്ക്, നമ്മൾ അടി കിട്ടുമ്പോഴല്ലേ പല കാര്യങ്ങളും ചെയ്യുന്നത്, ഫാസ്റ്റ് ആവുന്നത്. അപ്പൊ അടി കണ്ടോ, അടി ഇവിടെ ഉണ്ട്. അടി ആകുമ്പോഴത്തേക്ക് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഓർത്ത് വെച്ചാൽ, അപ്പോൾ അഡയബാറ്റിക്കിനെ ഓർത്ത് വെച്ചാൽ ഇത് എളുപ്പമാണ്. അപ്പോൾ അഡയബാറ്റിക് പ്രോസസ്, വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ അഡയബാറ്റിക് പ്രോസസ്? ദ പ്രോസസ് മസ്റ്റ് ബി വെരി ഫാസ്റ്റ്. ദെൻ അടുത്ത ദ വാൾസ് ഓഫ് കണ്ടെയ്നർ മസ്റ്റ് ബി ഇൻസുലേറ്റിംഗ്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഐസോതെർമലിന്റെ കണ്ടീഷൻസ്. പറ, പ്രോസസ് മസ്റ്റ് ബി സ്ലോ, ദ വാൾസ് മസ്റ്റ് ബി കണ്ടക്ടിങ്. ഇനി ഐസോതെർമലിൽ എന്തെടുക്കും? പറ, ഐസോതെർമലിൽ ഡെൽറ്റ യുവിന്റെ വാല്യൂ 0. ദെൻ ഇവിടെയാണെങ്കിൽ ഡെൽറ്റ ക്യൂവിന്റെ വാല്യൂ 0. അത് ഓർത്ത് വെച്ചോണം. ഇനി അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കാം, നിങ്ങൾ ആൻസർ പറയണം. നമ്മുടെ ഐസോതെർമൽ പ്രോസസ് ഓർമ്മയുണ്ടോ? നേരത്തെ നമ്മൾ നടത്തിയ ഒരു ഐസോതെർമൽ പ്രോസസ് ഉണ്ട്. നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസിന് ഓർമ്മയുണ്ടോ? ഐഡിയൽ ഗ്യാസ്. സോ ഐഡിയൽ ഗ്യാസ് എടുത്തിട്ട് നമ്മൾ സോഴ്സിൽ വെച്ചത് ഓർമ്മയുണ്ടോ? സോഴ്സിൽ വെച്ചു. സോഴ്സിൽ നിന്ന് ഇതിൻ്റെ അകത്തേക്ക് എന്ത് കയറി? ഒരു ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കയറി. ഓർമ്മയുണ്ടാവും. എന്നിട്ട് അതെന്ത് പ്രോസസ് ആണെന്നാണ് നമ്മൾ പഠിച്ച ഫസ്റ്റ് സ്റ്റെപ്പിലാണ് ഇത് ചെയ്തത്. എന്താണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ അല്ലേ? അപ്പൊ ഐസോതെർമൽ എക്സ്പാൻഷൻ സമയത്താണ് നമ്മൾ ഇത് ചെയ്തത്. കാർനോട്ട് എഞ്ചിൻ ഓർത്താൽ മതി. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ, ഇവിടെ what is the source of mechanical energy? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു പിസ്റ്റൺ ഇല്ലേ? പിസ്റ്റൺ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ മൂട് വഴി ചൂടകത്തോട്ട് കയറുന്നു. ആ കയറുന്ന ചൂട് കാരണം ഗ്യാസ് എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് വലുതാവുന്നു. ഈ പിസ്റ്റണിനെ ചവിട്ടി വെളിയിൽ കളയുന്നു. അപ്പൊ ഗ്യാസ് അവിടെ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്തു. ഗ്യാസ് ചെയ്ത വർക്കാണ് പിസ്റ്റണിനെ ചവിട്ടി വെളിയിൽ കളഞ്ഞത്. അപ്പൊ ഇവിടെ എവിടെ നിന്ന് കിട്ടി മോനെ ഈ ശക്തി എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഗ്യാസെ, നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ ശക്തി? ഈ വർക്ക് ചെയ്യാനുള്ള കഴിവ് നിനക്ക് എങ്ങനെ കിട്ടി? എന്ത് പ്രോസസ്സാണ്? ഐസോതെർമൽ പ്രോസസ് അല്ലേ? ഐസോതെർമൽ പ്രോസസ് ആകുമ്പോഴത്തേക്ക് ഡെൽറ്റ യുവിന്റെ ആൻസർ എത്ര എന്നെടുക്കാം? 0 എന്നെടുക്കാം. നിങ്ങൾ ഇക്വേഷൻ പറ. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നല്ലേ? അപ്പൊ ഇതിനകത്ത് ഈ സാധനം 0 ആണെങ്കിൽ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു പറ ഡെൽറ്റ ഡബ്ല്യു എന്ന് വരൂലേ? അപ്പൊ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഗിവൺ ഈസ് യൂസ്ഡ് ഫോർ ഡൂയിങ് വർക്ക് എന്ന് കിട്ടിയോ? നമ്മുടെ ഇവിടുന്ന് കിട്ടിയ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഉപയോഗിച്ചാണ് ഇവനെ ചവിട്ടി വെളി കളഞ്ഞത്. അപ്പോൾ എൻ്റെ ക്വസ്റ്റൻ ഇതാണ്, ഒന്നും കൂടെ മനസ്സിലാവാത്തവർക്ക് വേണ്ടി. നമ്മൾ കാർനോട്ട് എഞ്ചിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് നടത്തിയപ്പം സിലിണ്ടർ കണ്ടെയ്നിങ് ഐഡിയൽ ഗ്യാസ് എടുത്ത് നോക്കി എവിടെയാണ് വെച്ചത്? സോഴ്സിൻ്റെ മണ്ടയിലാണ് വെച്ചത്. സോഴ്സിൽ നിന്ന് ഹീറ്റ് അകത്തോട്ട് കയറുകയും ചെയ്തു. ഗ്യാസ് അവിടെ നിന്ന് എക്സ്പാൻഡും ചെയ്തു. ഈ പിസ്റ്റണിനെ ചവിട്ടി വെളിയിലും കളഞ്ഞു. ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ എൻ്റെ ക്വസ്റ്റ്യൻ, ഈ പിസ്റ്റണിനെ ചവിട്ടി വെളിയിൽ കളഞ്ഞ ആ വർക്ക് ചെയ്യാനുള്ള എനർജി എവിടെ നിന്ന് കിട്ടിയെന്നാണ്. എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇക്വേഷനിലോട്ട്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ക്യൂ എന്ന് എഴുതിയാലും മതി. ക്യൂ ഈക്വൽ ടു യു പ്ലസ് ഡബ്ല്യു. ഇതിനകത്ത് ഡെൽറ്റ യുവിന്റെ വാല്യൂ എന്തെന്ന് ഇടണം? 0 എന്ന് ഇടണം. എന്ത് പ്രോസസ് ആയതുകൊണ്ട്? ഐസോതെർമൽ ആയതുകൊണ്ട്. അപ്പോൾ ഇത് പോയി. അപ്പോൾ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു എന്ന് കിട്ടിയോ? അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നാണ്? വർക്കിന് വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് കയറിയ ഹീറ്റ് എനർജി ഉപയോഗിച്ചാണ് ആരെ ചവിട്ടി വെളിയിൽ കളഞ്ഞത്? ആ പിസ്റ്റണിനെ ചവിട്ടി വെളിയിൽ കളഞ്ഞത്. ഓർത്തോണം. ഇനി അടുത്തത് ഒരു അഡയബാറ്റിക് എക്സ്പാൻഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതായിരുന്നു? അഡയബാറ്റിക് എക്സ്പാൻഷൻ ആയിരുന്നു. സിലിണ്ടർ കണ്ടെയ്നിങ് ഐഡിയൽ ഗ്യാസിനെ
നിങ്ങളെടുത്ത് എവിടെയാണ് വെച്ചത്? സ്റ്റാൻഡിലല്ലേ വെച്ചേ? ഇത് ചൂട് പിടിച്ച ഗ്യാസ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ ഗ്യാസ് അവിടെ ഇരുന്ന്, അപ്പൊ അടുത്ത ആ രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ പേരെന്താണ്? അഡയാബാറ്റിക് എക്സ്പാൻഷൻ. അഡയാബാറ്റിക് എക്സ്പാൻഷൻ എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് ചൂട് പിടിച്ച ഗ്യാസ് ആണെന്ന് പറഞ്ഞില്ലേ? ആ ഗ്യാസ് അവിടെ ഇരുന്ന് കുറെ കൂടെ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ സാധനത്തിനെ ചവിട്ടി വെളിയിൽ കളയും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ എവിടെ നിന്ന് കിട്ടി ഐഡിയൽ ഗ്യാസേ നിനക്ക് ഈ ശക്തി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മുടെ ഇവിടെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നല്ലേ? അപ്പൊ ഇവിടെ അഡയാബാറ്റിക് പ്രോസസ് ആണെങ്കിൽ ഡെൽറ്റ ക്യൂവിന്റെ വാല്യൂ 0 എടുക്കുന്നല്ലേ ഞാൻ പറഞ്ഞേ? അപ്പൊ ഇതിനകത്ത് 0 ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് വരും. അല്ലെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു എന്ന് വരും. അപ്പൊ എന്താണ് കിട്ടിയതിന്റെ മീനിങ്? എന്താണ്? വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി ഉപയോഗിച്ചാണ്. അപ്പോൾ നമ്മളിവിടെ ഗ്യാസിന് ചൂടില്ലേ? ആ ചൂട് പിടിച്ച ഗ്യാസിന്റെ ഇന്റേണൽ എനർജി ഉപയോഗിച്ചാണ് അവൻ ആരെ ചവിട്ടി വെളിയിൽ കളഞ്ഞത്? ഈ സാധനത്തിനെ ചവിട്ടി വെളിയിൽ കളഞ്ഞത്. അപ്പൊ ഒന്നും കൂടെ നമ്മുടെ കാർനോട്ട്, സിമ്പിളായിട്ട് കാർനോട്ട് എഞ്ചിന്റെ രണ്ടാമത്തെ വർക്കിങ്ങിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ സിലിണ്ടർ കണ്ടെയ്നിങ് ഐഡിയൽ ഗ്യാസ് എടുത്ത് എവിടെയാണ് വെച്ചത്? സ്റ്റാൻഡിലാണ് വെച്ചത്. വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു പറ? വച്ചിട്ട് നമ്മൾ ചെയ്ത പണി പറ. നമ്മൾ എന്ത് ചെയ്തു? ആ ഗ്യാസ് അവിടെ ചൂട് പിടിച്ച ഗ്യാസ് ആയിരുന്നു, അത് അവിടെ ഇരുന്ന് എക്സ്പാൻഡ് ചെയ്തു, ഇതിനെ ചവിട്ടി എടുത്ത് വെളിയിൽ എറിഞ്ഞു. അപ്പം നമ്മൾ ഗ്യാസിന്റെ ചോദിക്കുകയാണ്, നിനക്ക് ഈ പിസ്റ്റണിന്റെ ചവിട്ടി വെളിയിൽ കളയാനുള്ള എനർജി എവിടെ നിന്ന് കിട്ടി? അപ്പം നമ്മൾ ഇക്വേഷൻ നോക്കി, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നാണ്. ഇത് അഡയാബാറ്റിക് ആയതുകൊണ്ട് ഇതിന്റെ വാല്യൂ 0 എന്ന് ഇടുക. അപ്പൊ 0 ഈക്വൽ ടു ഇതെന്ന് എഴുതി. അപ്പൊ അതിൽ നിന്ന് ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? നെഗറ്റീവ് ഡെൽറ്റ യു എന്ന് കിട്ടിയില്ലേ? അപ്പൊ ഇതിൽ നിന്ന് സൈൻ എന്ന് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. എന്താണ്? വർക്ക് ചെയ്യാനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടി? ഇന്റേണൽ എനർജി എന്ന് കിട്ടി എന്നാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ഗ്യാസ് ചൂട് പിടിച്ച ഗ്യാസ് അല്ലേ? അപ്പൊ അതിന് ഇന്റേണൽ എനർജി ഉണ്ടാവും. ആ ഇന്റേണൽ എനർജി ഉപയോഗിച്ചാണ് എന്ത് ചെയ്തത്? വർക്ക് ചെയ്തത്. ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലോ. ഇനി അടുത്തത് എൻ്റെ 1-2 ക്വസ്റ്റ്യനിലൂടെ എപ്പോഴാണ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത്? ഒരു ഗ്യാസ് എപ്പോഴാണ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത്? പറയൂ. 1ാം ക്ലാസ്സിലെ പിള്ളേരെടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹൈ ടെമ്പറേച്ചറിലും നോക്കൂ, എപ്പോഴൊക്കെയാണ് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? ഗ്യാസ് എപ്പോഴാണ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത്? എപ്പോഴൊക്കെയാണ്? ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലും. ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലും മോളിക്കുലാർ ഇന്ററാക്ഷൻ നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ ഐഡിയൽ ബിഹേവിയർ കാണിക്കും. അപ്പോൾ ഓർത്ത് വെച്ചോണം, മറക്കരുത്. എന്താണ്? ഹൈ ടെമ്പറേച്ചറും ആയിരിക്കണം, ലോ പ്രഷറും ആയിരിക്കണം. ആ സമയത്ത് മോളിക്യൂൾസ്, ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ കുറവാണ്. ലോ പ്രഷർ ഒട്ടുമില്ല. അപ്പൊ ആ സമയത്ത് മോളിക്യൂൾസ് ലൂസായിട്ട് കിടന്ന് ഓടി കളിക്കുകയാണ്. അപ്പൊ മോളിക്കുലാർ ഇന്ററാക്ഷൻ കുറവ്. അപ്പൊ മോളിക്കുലാർ ഇന്ററാക്ഷൻ കുറവാണെങ്കിൽ ഇറ്റ് വിൽ ബിഹേവ് ആസ് ഐഡിയൽ ഗ്യാസ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ, ലോ പ്രഷർ. ഇനി അടുത്തത് ഒരു ഗ്യാസ് ഞാൻ എടുക്കുകയാണ്. ഓർത്ത് വെച്ചോണ്ട് ഇതൊക്കെ നമുക്ക് പ്രോബ്ലത്തിലൊക്കെ ആവശ്യം വരുന്നതാണ്. ഒരു ഗ്യാസിനെ ഞാൻ സഡൻലി കംപ്രസ്ഡ്, ഒരു ഗ്യാസിനെ സഡൻ ആയിട്ട് ഞാൻ കംപ്രസ് ചെയ്തു കേട്ടോ. അപ്പൊ സഡൻ ആയിട്ട് കംപ്രസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും എന്നാണ്. അതിന്റെ ടെമ്പറേച്ചറിന് എന്ത് സംഭവിക്കും? ഓർത്ത് വയ്ക്കുക, ടെമ്പറേച്ചർ ഇൻക്രീസസ്. അതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഗ്യാസ് സഡൻ ആയിട്ടല്ലേ കംപ്രസ് ചെയ്തേ? സഡൻ എന്ന് പറയുമ്പോഴത്തേക്ക് അഡയാബാറ്റിക് ആണ്. അപ്പൊ ഇതൊരു അഡയാബാറ്റിക് പ്രോസസ് ആണ്. എന്ത് പ്രോസസ് ആണ്? ഇതൊരു അഡയാബാറ്റിക് പ്രോസസിന് എക്സാമ്പിൾ ആണ്. അഡയാബാറ്റിക് പ്രോസസ് ആകുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഡെൽറ്റ ക്യൂവിന്റെ വാല്യൂ എത്രയെന്ന് എടുക്കും? 0 എന്ന് എടുക്കും. അപ്പൊ ഡെൽറ്റ ക്യൂ 0 എന്ന് എടുത്താൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നുള്ള ഇക്വേഷനിലോട്ട് ഇട്ടൂട്. അപ്പൊ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു പറയൂ 0. അല്ലെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു എന്ന് വരും. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? നമ്മള് എന്താ, ഗ്യാസിനെ സഡൻ ആയിട്ട് എന്ത് ചെയ്തു? കംപ്രസ് ചെയ്തു. സഡൻ കംപ്രഷൻ എന്ന് പറയുന്നത് ഒരു അഡയാബാറ്റിക് പ്രോസസ് ആണ്. ആ സമയത്ത് എന്ത് ചെയ്യും? ഇന്റേണൽ എനർജി എന്ത് ചെയ്യും? കൂടും. ഇന്റേണൽ എനർജി കൂടും. പിന്നെ ആ ഇന്റേണൽ എനർജി എന്തായിട്ട് മാറും? വർക്കായിട്ട് മാറും. അപ്പോൾ അവിടെ കിട്ടിയ റിലേഷൻ എന്താണ്? ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു എന്നാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടും. ഇതേതെങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കണേ. സഡൻ ആയിട്ട് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടും. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് പറ.
ഹൈ പ്രഷറിലിരിക്കുന്ന ഗ്യാസിനെ സഡനായിട്ട് എക്സ്പാൻഡ് ചെയ്യിപ്പിച്ചാലോ? കൂളി. ഓർത്ത് വെച്ചോണം, കുളമാക്കരുത്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി കുറയും, ടെമ്പറേച്ചർ കുറയും. ഇവിടുത്തെ കേസിൽ ഇൻറ്റേർണൽ എനർജി കൂടും, ടെമ്പറേച്ചർ കൂടും. അപ്പോൾ എന്താണ്, ഗ്യാസിനെ സഡനായിട്ട് കംപ്രസ് ചെയ്താൽ അത് അഡയാബാറ്റിക് കംപ്രഷനാണ്. ആ സമയത്ത് ഇൻറ്റേർണൽ എനർജി കൂടും, ആ സമയത്ത് ടെമ്പറേച്ചറും കൂടും. ഓക്കെ. ഇനി അടുത്ത് ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കുക. ഹൈ പ്രഷറിലിരിക്കുന്ന ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്യിപ്പിച്ചാൽ പറ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും, ശരിയല്ലേ? അപ്പോൾ അവിടെ എന്താണ്, ഇൻറ്റേർണൽ എനർജി കുറയും, ടെമ്പറേച്ചർ കുറയും. ഇനി അടുത്തത് ഒരു ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ച് മോളിക്കുലാർ ഇൻട്രാക്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇൻട്രാക്ഷൻ ഇല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എത്രയെന്ന് ചോദിച്ചാൽ 0. ഓർത്ത് വെച്ചോണം. ഇനി ഒരു സൈക്ലിക് പ്രോസസ്സ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, സൈക്ലിക് പ്രോസസ്സിൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എത്രയെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചോണം 0 ആണ്. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എത്ര? 0. ഇനി അവിടുത്തെ വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. ആ കിട്ടിയ PV ഡയഗ്രാം ഓർമ്മയില്ലേ, അതിനകത്തുള്ള ഏരിയ എടുത്താൽ ടോട്ടൽ വർക്ക് കിട്ടും, അത് നമുക്കറിയാം. ഇത് ഇപ്പം പറഞ്ഞ ഒന്നുകൂടെ ഞാൻ ചോദിക്കാം. ഒരു ഗ്യാസിനെ സഡനായിട്ട് കംപ്രസ് ചെയ്താൽ സഡൻ കംപ്രഷൻ പറ, സഡൻ കംപ്രഷൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്. പറയൂ, സഡൻ കംപ്രഷൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്. അപ്പോൾ എന്താണ്, സഡൻ കംപ്രഷൻ ഈസ് അഡയാബാറ്റിക് കംപ്രഷൻ. സോ ഇന്റേണൽ എനർജി ഇൻക്രീസസ്, temperature increases. High pressure gas expands suddenly, so temperature decreases. So it is adiabatic expansion. Then അടുത്ത എന്താണ്, internal energy decreases, temperature also decreases. അത് ഓർത്ത് വയ്ക്കുക. ഇത് മാത്രം ഓർത്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റോ ചിന്തിക്കാം. ഇനി അടുത്ത എന്താണ്, ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ മോളിക്കുലാർ ഇൻട്രാക്ഷൻ ഇല്ല, സോ what is a potential energy? 0. Then cyclic process ആകുമ്പോഴത്തേക്ക് what is a change in internal energy of the system? 0. ഇനി PV ഡയഗ്രത്തിൽ കിട്ടിയ ഇതിൻ്റെ ഏരിയ എടുത്താൽ ഏരിയ വിൽ ബി ഈക്വൽ ടു വർക്ക് ഡൺ. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. സിമ്പിൾ അല്ലേ, ഇത് വലിയ സംഭവമൊന്നും അല്ല, നിങ്ങൾ അതിനെ കോംപ്ലക്സ് ആക്കിയിട്ടാണ്. ഓക്കെ, കാരണം ഇതിൻ്റെ ഫിസിക്കൽ ആസ്പെക്റ്റ് മാത്രം നമുക്കിവിടെ പഠിച്ചാൽ മതി. കെമിസ്ട്രിയിൽ അതിനകത്ത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ച് കാണും. അത് കെമിക്കൽ ആസ്പെക്റ്റുകളാണ്, ഫിസിക്കൽ ആസ്പെക്റ്റുകളാണ് നമുക്കിവിടെ വേണ്ടത്. ഓക്കെ, ബാക്കി ഇനി പ്രോബ്ലംസ് കൂടെ ചെയ്യുമ്പോഴത്തേക്ക് റെഡി ആയിക്കോളും. ഓക്കെ.